പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, വിവാഹം ഒത്തുവരാത്തവരെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം 49 വയസ്സുകാർ വരെ ഉടമ്പടി എടുത്ത് കല്യാണം കഴിച്ച് സാക്ഷ്യം പറഞ്ഞിവിടെ. അതും ഈ മാസമാണ്. ഈ മാസം ഒരു വല്ലാത്ത മാസമാണ്. കാര്യം ഉടമ്പടിയോട് ബന്ധപ്പെട്ട ഒരു മാസമാണ് ഈ നവംബർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത കാലത്ത് വരാൻ പോകുന്ന മുഴുവൻ അടയാളങ്ങളെല്ലാം ഈ മാസം കാണിക്കുന്നുണ്ട് അമ്മ. അടുത്ത കാലത്ത് വരാൻ പോകുന്ന എല്ലാ മഹാത്ഭുതങ്ങളുടെയും മിനിയേച്ചർ കാണിക്കുന്നുണ്ട്. 49 വയസ്സുകാർ കല്യാണം കഴിച്ച മാസമാണിത്. 20 വർഷമായിട്ട് മക്കളില്ലാത്തവർക്കും 14 വർഷമായിട്ട് മക്കളില്ലാത്തവർക്കും ഇരട്ടക്കുട്ടികളെ കിട്ടിയ മാസമാണിത്. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു സാമ്പിൾ അടയാളങ്ങളാണ്. കാര്യം ഉടമ്പടിയുടെ മാസമാണിത്. ഉടമ്പടി നവംബറിലാണ് ശരിക്കും ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തത്, 2015. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഒത്തിരിയേറെ പ്രതീക്ഷ അച്ഛനുണ്ട്. നിങ്ങൾ ഉടമ്പടി വിശ്വസ്തത പാലിക്കണമെന്ന് ഓർപ്പിക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിവാഹം താമസിക്കുന്നവർ, ജോലിയില്ലാത്തവർ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, പലതരത്തിലുള്ള കേസിലകപ്പെട്ടിരിക്കില്ല, പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരുണ്ട്, ജോലിയുടെ തന്നെ രേഖകൾ കൃത്യമായിട്ട് കിട്ടാത്തവരുണ്ട്, അക്കാമ, വിസ, PR, എമിഗ്രേഷൻ, ഇങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള തടസ്സങ്ങളുള്ളവരുണ്ട്. ഈവൻ പാസ്പോർട്ട് ഓൾസോ. അങ്ങനെ ജീവിത സന്താന മാർഗമായിട്ടുള്ള രേഖാമൂലമായ കുരുക്കിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ വീണ്ടെടുപ്പിനായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. വിസ കുരുക്കിൽ പോയിട്ടുള്ളവരെ, ഫ്രീ വിസായിൽ പോയിട്ടുള്ളവരെ, അങ്ങനെ ജീവിത വിഷയം വെക്കുന്നവരെ എല്ലാവരിലേക്കും അറിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന മ്ലേച്ഛബന്ധങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി വിടുതലിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എലി, കൊതുക്, പാമ്പ്, അതുപോലെ ക്ഷുദ്രജീവികളെ, ശുദ്ധജന്തുക്കളെ, സാംക്രമിക രോഗങ്ങളെ, രോഗം വിട്ടു മാറാത്തവരെ, മരുന്നിൻ്റെ മണം മാറാത്ത കുടുംബങ്ങളെ, പല തകർച്ച കൊണ്ട് മനസ്സിടിഞ്ഞു പോയുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി, എല്ലാത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, the purifier, and the devil's power, dispelled and dead of power, in the name of Jesus. ഇന്ന് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് സാക്ഷ്യം കേട്ടതുപോലെ നേരത്തെ ഡേറ്റ് വെച്ചിട്ടുള്ളതാണെങ്കിൽ നിനക്കത് ഇളക്കി പ്രതിഷ്ഠിക്കാൻ പറ്റും. ഡേറ്റ് ആൻഡ് ടൈം മാതാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സമയം ആയില്ല എന്ന് പറയുമ്പോഴും സമയക്കടികാരവുമായി അത്താറയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തിൻ്റെ അമ്മയാണ്. അമ്മയുടെ സമയത്തിനുള്ള അധികാരത്തെ ഫുസ്സൊലോങ് രാജ്ഞിയായി മുടിതിരിപ്പിക്കപ്പെട്ടിരിക്കുന്ന അമ്മയെക്കുറിച്ച് നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? സമയവും പ്രകൃതിയും പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കേണ്ടതാണ്. ഇക്കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ ദൈവ പദ്ധതിയായിട്ട് അത് തിരിച്ചറിയണം. അതുകൊണ്ട് നിൻ്റെ സമയം, നിൻ്റെ ഡേറ്റ്, നീ വിഷമിക്കുന്ന വിഷയത്തിലുള്ള ഡേറ്റ്, വിടുതലിൻ്റെ ഡേറ്റ്, അനുഗ്രഹത്തിൻ്റെ ഡേറ്റ് നീ ഫിക്സ് ചെയ്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയം. ഡേറ്റ് ഓർക്കുക. വാട്ട് ഓർ വിത്ത് ഡേറ്റ്? സ്ഥലം, അളവ്, കോടതി കേസ്, ഇൻ്റർവ്യൂ, നിൻ്റെ യാത്ര, നിൻ്റെ വീട് വെപ്പ്, കയറി താമസം, അതുപോലെ തന്നെ അടിസ്ഥാന ചിലപ്പാകൽ, നിൻ്റെ ബിസിനസ്,
നിൻ്റെ എഗ്രിമെൻ്റ്, നിൻ്റെ യാത്ര, എവരി ഡേറ്റ് എല്ലാം ഓർക്കുക. പാക്കോട്ടുപടി നടക്കാത്തവർ അത് ഓർക്കണം. എന്നിട്ട് അതിന് ഡേറ്റ് ഇടണം മക്കൾ. ഇപ്പോൾ ഒന്നും കാണാവുന്നില്ല, നമ്മുടെ മുമ്പിൽ ഒന്നും കാണേണ്ട കാര്യമില്ല. വിശ്വാസമുള്ളവന് അമ്മയെ മാത്രം കണ്ടാൽ മതി. അമ്മ ഈ ഡേറ്റ് അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു, അമ്മ ഇത് ഈശോയ്ക്ക് ഏൽപ്പിക്കണം എന്ന് മനസ്സിൽ പറയണം. ഭാഷാപരത്ത് ശ്രദ്ധിക്കട്ടെ. ലോർഡ് ജീസസ് കർത്താവേ, മക്കൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ ഡേറ്റുകൾ, മക്കൾ സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ ഡേറ്റുകൾ അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, അമ്മ വഴി ഉടമ്പടി ചെയ്തിട്ടുള്ളവര്, സമയ സന്ദർഭങ്ങളിൽ അധികാരമുള്ള അമ്മേ, അമ്മയുടെ ഓരോ ഡേറ്റും അഭിഷേകമാകട്ടെ. പരീക്ഷക്കാരുടെ ധ്യാനകേന്ദ്രമാണിത്. ഒത്തിരി പേര് ഇവിടുന്ന് ആളെ ദൈവം രക്ഷപ്പെടുത്തി വിട്ടത് അമ്മ. അതുകൊണ്ട് IELTS, OET, HAD, MOH, അതുപോലെ തന്നെ B1 എക്സാമിനേഷൻസ്, ഇങ്ങനെയുള്ള യോഗ്യതാ പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾക്ക് വേണ്ടിയെല്ലാം പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കും. മനുഷ്യൻ ആദ്യം നിലനിൽക്കണം. നിൻ്റെ പരീക്ഷാ ഡേറ്റുകളെല്ലാം ഇപ്പോൾ ഓർക്കുക. ലോകത്തിൻ്റെ നിയമങ്ങൾ കർത്താവാണ് തിരുത്തേണ്ടതല്ലേ? നമ്മൾ ഇന്നലെ ആഘോഷിച്ച പെരുന്നാളിൻ്റെ പേരെന്താ? രാജ്യത്തെ തിരുനാൾ. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:26. അപ്പോൾ ലോകത്തിൻ്റെ നേതാക്കന്മാരും രാജാക്കന്മാരും ഭൂമിയിലെ രാജാക്കന്മാരും അവരുണ്ടാക്കുന്ന നിയമങ്ങളും ആർക്ക് കീഴിലാണ്? ഈശോയ്ക്ക്. അതുകൊണ്ട് നമ്മൾക്ക് അനുകൂലമായ നിയമങ്ങൾ, ഇപ്പം പ്രതികൂലമായ നിയമങ്ങളൊക്കെ തിരുത്തി എഴുതപ്പെടണം. ഇപ്പോൾ ഒരു നിയമം തിരുത്തിയില്ലേ? 21-ാം തീയതി നവംബർ 21 UK OETക്ക് ഇനി മുതൽ റൈറ്റിങ്ങിന് C കൂടി അവർ പരിഗണിക്കുന്നുണ്ട് ഇല്ലേ? റൈറ്റിങ്ങിന് പണ്ട് B മാത്രമേ പരിഗണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം 21-ാം തീയതി മുതൽ C കൂടി പരിഗണിക്കാൻ തുടങ്ങി. അപ്പോൾ രാജ്യത്തെ നിയമങ്ങൾ അപ്പോൾ ഒരു 10,000 ആൾക്കാർക്ക് കയറിപ്പോകാൻ പറ്റും. അതുപോലെ ജനങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഭൂമിയിലെ രാജാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, എല്ലാ ജനതകളിലെയും ജീവിക്കാനുള്ള മാർഗം സൗകര്യമായും ലളിതമായും ലഭിക്കാൻ കട്ടിയായ നിയമങ്ങളെ അങ്ങയുടെ പാവപ്പെട്ടവർക്കായി കർത്താവേ നിന്റെ നാമത്തില് തിരുത്തപ്പെടണമേ. നിയമ സംഹിതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പാവപ്പെട്ടവർ ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാരെ സ്പർശിക്കണമേ. നിയമത്തിൽ കർത്താവിനെ കൃപ ചൊരിയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവത്തിന്റെ സന്നിധി സത്യസന്ധനാണെന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കൗൺസിലിംഗ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങൾ പ്രെയർ ചെയ്യാൻ നിൽക്കണം. ഇശു അച്ഛനെ കണ്ടില്ലല്ലോ. ഇശു അച്ഛനെ കണ്ടെങ്കിൽ പ്രാന്തന്മാരെ പോലെ ഇങ്ങനെ തെരഞ്ഞെടുക്കിരിക്കുന്ന പണി കിട്ടും. കാര്യം നിങ്ങൾ വരുമ്പോൾ തന്നെ എനിക്ക് കോട്ട വരും. അതാണ് പ്രശ്നം. നിങ്ങൾ പ്രെയർ ചെയ്താണ് നിൽക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ചുമ്മാ മകളെ പൊയ്ക്കോ, അച്ഛാ 1 കോടി കടമുണ്ട്, ഞാൻ ആത്മഹത്യ പോകുകയാണ്, നീ അങ്ങോട്ട് പോകണ്ട, വീട്ടിൽ പോയിക്കോ, ബാക്കി അമ്മ ചെയ്യുമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ നീ ഓക്കെ ആയിരിക്കണം, കറക്റ്റായിരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. അപ്പം അതുകൊണ്ട് സന്തോഷമായിരിക്കുക. നിങ്ങൾ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നതാണ്. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out your Spirit. The fire of Him has soaked with the precious blood. Lord Jesus Christ, pour out your Spirit. The fire of Him
soak with the precious blood, and with the authority of the Catholic Church, the power of Jesus Christ, with the miracles of the Holy Priesthood, I bless and hallow these relics, those who have grace and peace and power. ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സമാപന ആശീർവാദം അപ്പോഴും നിറച്ച് ഉയർത്തിപ്പിടിക്കണം. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ജീവിക്കുന്ന ദൈവം ഇതാ നിങ്ങളെ ആശീർവദിക്കുന്നു. ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാം അവിടെ നിയോഗങ്ങൾ സമർപ്പിക്കണം. കരങ്ങളുയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, കർത്താവേ, മാരക രോഗങ്ങൾ സൗഖ്യപ്പെടുത്തണമേ. തീരാവ്യാധികളിൽ നിന്ന് കടക്കണിയിൽ കഴിയുന്നവരെ, ജീവിത ഭീഷണിയിൽ കഴിയുന്നവരെ കർത്താവ് ആശീർവദിക്കുകയാണ്. ഭവനരഹിതരെ, സന്താനരഹിതരെ, കുടുംബത്തിൽ സങ്കടപ്പെട്ട് കഴിയുന്നവരെ കർത്താവ് ആശീർവദിക്കുകയാണ്. ജീവിത ദുരിതങ്ങൾ പേരുന്നവരെ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്. ഹല്ലേലൂയ. സോറിയാസിസ് രോഗങ്ങൾ, അലർജി രോഗങ്ങൾ ഈശോ ആശീർവദിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ശിരസ് നമിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആദ്യമായി തന്നെ ഈ പരിശുദ്ധ അൾത്താരയിൽ 2ാം പ്രാവശ്യവും സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലൈജു. ഞാൻ വരുന്നത് ജാർഖണ്ഡിൽ നിന്നാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും 25 വർഷത്തിലധികമായി അവിടെ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് എൻ്റെ മക്കൾ. ഇത് മൂത്ത മകൾ സാൻഡ്ര, ഇത് 2ാമത്തെ മകൾ സാഞ്ചസ്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഈ 2 മക്കൾക്കും വേണ്ടിയിട്ടാണ്. ഇവരുടെ ഫ്യൂച്ചർ, ഇവരുടെ പഠനം, അതായിരുന്നു എൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച പോലെ, ഞാൻ ആഗ്രഹിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ദൈവകുമാരനും മാതാവിന് സമർപ്പിച്ചു. എന്താണോ മാതാവിൻ്റെ ഈശോയുടെ ഇഷ്ടം അത് നിറവേറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി എൻ്റെ മക്കൾക്ക്, മൂത്ത മകൾ സാന്ദ്രയ്ക്ക് ഫെഡറൽ ബാങ്കിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു ജോലി ലഭിച്ചു. അത് അവളുടെ എക്സ്പീരിയൻസ്, അവളുടെ ദൈവാനുഭവം അവൾ പങ്കുവയ്ക്കും. അത് കഴിഞ്ഞ് ഇളയ മകൾ അവളുടെ +2 റിസൾട്ടിനെ പറ്റി സംസാരിക്കും. 2021 ഞാൻ 1 ഇയർ ഡ്രോപ്പ് എടുത്തിട്ട് നീറ്റിന് വേണ്ടി പഠിച്ചത്. എൻ്റെ പേര് സാൻഡ്ര. ഞാൻ ജാർഖണ്ഡിൽ നിന്ന് വരുന്നു. അപ്പോൾ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും ബ്രില്യൻറ്റിൽ പഠിക്കുമ്പോൾ. അപ്പോൾ വൺ ഓഫ് ദി ടെസ്റ്റിന് എനിക്ക് വളരെ കുറവ് മാർക്കായിരുന്നു. അതുവരെ മാർക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ആ ടെസ്റ്റിന് ഭയങ്കര കുറവ് മാർക്കായിരുന്നു. ഞാൻ അന്ന് കിടക്കാൻ പോയി, കരഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ കാണുന്നത് ഒരു വൈറ്റ് അല്ല സിൽവറിഷ് ഷോൾ എടുത്ത ഒരു ഫിഗർ ബൈക്ക് ഓടിച്ച് എൻ്റെ അടുത്തേക്ക് വരിക. ബൈക്ക് സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വന്ന് നിന്നു. എനിക്ക് ഫേസ് ക്ലിയർ അല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നത് മാതാവ് എന്താ ഇവിടെ? അത് കഴിഞ്ഞ് ഇത്രയും ഞാൻ ചോദിച്ചു. പിന്നെ മമ്മി എന്നെ 5:30 പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു. പിന്നെ ഞാൻ നീറ്റ് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും മരിയൻ കോളേജിൽ BCAക്ക് വേണ്ടി ചേർന്നു. 2022 സെപ്റ്റംബർ 2022 ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഒന്നും അറിയാണ്ടാണ് ആ കോളേജിൽ പോയി ചേരുന്നത്. അവിടെ ചെന്നിട്ടാണ് ഞാൻ അറിയുന്നത് അവിടെ അത്രയധികം പ്ലേസ്മെൻ്റ് ഉള്ള കാരണം അത് ഭയങ്കര പ്ലേസ്മെൻറ്റ്സിന് വേണ്ടി അറിയപ്പെടുന്ന ഒരു കോളേജാണെന്നൊക്കെ. പക്ഷേ ഇതൊക്കെ അറിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ എന്തായാലും PGക്ക് പോവും. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ CATന് പഠിക്കാം അങ്ങനെയൊക്കെ വെച്ച് ഞാൻ പഠിച്ചു തുടങ്ങിയായിരുന്നു. തേർഡ് ഇയർ ആയപ്പോൾ സ്റ്റാർട്ടിങ് എല്ലാവരും ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി, കാരണം പ്ലേസ്മെൻറ്റ്സ് ഓരോ കമ്പനീസും വന്ന് തുടങ്ങാൻ പോവുക, എല്ലാവരും പഠിച്ചു തുടങ്ങി. ക്ലാസ്സിൽ ഞാൻ ആ സമയത്ത് റെപ്പായിരുന്നത് കൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഞാനായിരുന്നു. അങ്ങനെ ഫസ്റ്റ് കമ്പനി വന്നു, എല്ലാവരും എഴുതി, ഞാനും എഴുതി. എൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു ഇത് വേണമെന്നില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഔട്ട് ഓഫ് 59 സ്റ്റുഡൻസ് 31 സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്തു. എൻ്റെ പേര് അതിനകത്തില്ല. അപ്പം ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷേ എല്ലാവരും പിന്നെ എന്താ തനിക്ക് കിട്ടാഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി ഞാൻ.
അത് കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ്, അത് ഫൈനൽ സെമിസ്റ്റർ പ്രൊജക്റ്റിന് വേണ്ടി, സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പം ഞാൻ ഇതെനിക്ക് കിട്ടണം മാതാവേ എന്ന് വെച്ച് എനിക്ക് വാശിയായിരുന്നു. ഞാൻ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞാൻ പോയി എക്സാം എഴുതിയപ്പോൾ എനിക്ക് അത് ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ പകുതി ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്കും, ക്വാണ്ടിറ്റേറ്റീവ് ഒക്കെ പകുതി വായിക്കുമ്പോഴത്തേക്കും എനിക്ക് ആൻസർ അറിയാം. ചിലതൊക്കെ എനിക്ക് ആരോ പറഞ്ഞു തരുന്ന പോലെ വീണ്ടും വായിച്ച് നോക്ക്, ഞാൻ വീണ്ടും വായിച്ച് നോക്കുമ്പോൾ ആൻസർ വേറെയാണ്. ഞാൻ ആൻസർ മാർക്ക് ചെയ്തു. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കിട്ടുമെന്ന്. അവർ പറഞ്ഞിരുന്നത് ടോപ്പ് 6 സ്റ്റുഡൻസിനായിരിക്കും 50% സ്കോളർഷിപ്പ്. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 5th റാങ്ക് ഉണ്ടായിരുന്നു. അത് സ്കോളർഷിപ്പ് കിട്ടി. ഇത് കഴിഞ്ഞിട്ട് പല കമ്പനീസും വന്നു. ഞാനൊന്നും എഴുതിയില്ല. ഞാൻ PG CAT വേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് സെമിസ്റ്റർ തീരാറായപ്പോഴത്താണ് ഫെഡറൽ വരുന്നത്. അപ്പം ഫെഡറൽ വന്നപ്പോഴും എനിക്ക് ഡൗട്ടായിരുന്നു. പപ്പ പറഞ്ഞു എഴുതി നോക്ക്, ബാങ്കല്ലേ. അപ്പം ഞാൻ എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫെഡറലിന് 3 റൗണ്ട് ഉണ്ട്. ഫെഡറൽ വന്നത് ഫുൾ കോളേജിന് വേണ്ടിയാണ്. അപ്പോൾ ഭയങ്കര പാടാണ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞത്. ഞങ്ങളുടെ സീനിയേഴ്സ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ആപ്റ്റിറ്റ്യൂഡ് ഓൺലൈനാണ്. അപ്പോൾ അവർ വേറെ ഒരാളെ ഇരുത്തും, അവർ സ്കാൻ ചെയ്യും, എന്നിട്ട് കൂടെയുള്ള ആൾ ആൻസർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത് എന്നോട് പറഞ്ഞു തന്ന സീനിയർ എന്നോട് പറഞ്ഞത്, അങ്ങനെ ചെയ്തോ, നമുക്ക് കിട്ടുന്നവരെ നമുക്ക് എന്തും ട്രൈ ചെയ്യാം, കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓണസ്റ്റ് ആയിരിക്കുക. അങ്ങനെയായിരുന്നു എനിക്ക് തന്ന ഒരു അഡ്വൈസ്. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്കുള്ളതാണെങ്കിൽ ഞാൻ ഇത് കിട്ടട്ടെ, എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് എഴുതാമെന്ന് വിചാരിച്ചു. 2 ദിവസം മുന്നേ ഇത് മെസ്സേജ് വന്നു, ആപ്റ്റിറ്റ്യൂഡ് നടക്കുന്നത് ഞങ്ങളുടെ ക്യാമ്പസിലല്ല. അതുവരെ ആ വർഷങ്ങളെല്ലാം ഫെഡറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ ക്യാമ്പസിലാണ്. അപ്പോൾ ക്യാമ്പസ് മാറി സെയിൻറ്റ് ഗിറ്റ്സിലേക്ക് പോയി. സെയിൻറ്റ് ഗിറ്റ്സിൽ പോയപ്പോഴത്തേക്കും എല്ലാം അവരുടെ അണ്ടർ കൺട്രോളായിരുന്നു, ആർക്കൊന്നും ചീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, ഞാൻ ക്വാളിഫൈ ചെയ്തു. സെക്കൻഡ് റൗണ്ട് വന്നിരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനായിരുന്നു. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൻ്റെ അന്ന് രാവിലെ മമ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്ലൂ ക്യാൻഡിൽ ഒരു ഹാർട്ട് കണ്ടു. അപ്പോൾ ഈ ഹാർട്ട് കാണുമ്പോഴുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, എൻ്റെ അനിയത്തിയുടെ ഫിസിക്സ് എക്സാമിന് ഇങ്ങനെ ഹാർട്ട് കണ്ടായിരുന്നു. ഞങ്ങൾ നല്ല എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചു, ഭയങ്കര പാടായിരുന്നു. അപ്പോൾ എൻ്റെ ഹാർട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ല പാടായിരുന്നു. അവർ തന്നെ ടോപ്പിക്ക് എനിക്ക് 2 പ്രാവശ്യം പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പിച്ച് വെച്ച സാധനമായിരുന്നു. ഞാൻ ക്വാളിഫൈ ചെയ്തു. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഞാൻ ക്വാളിഫൈ ചെയ്തു. അടുത്ത റൗണ്ടിന് ഒരാഴ്ച മുന്നേ അവർ ഇതിട്ടു, ഒറിജിനൽസ് എല്ലാം കൊണ്ടും പോകണം. അന്ന് ഒരു സാറ്റർഡേ രാവിലെ മമ്മി വീണ്ടും ഹാർട്ട് കാണുക ബ്ലൂ ക്യാൻഡിൽ. പക്ഷെ ഞാൻ അന്ന് എന്താ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഒരു 10 o'clock ആയപ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് നോക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ 10th സർട്ടിഫിക്കറ്റ് മിസ്സിങ്ങാണ്. ഒറിജിനൽ ഇല്ലാണ്ട് എനിക്ക് തേഴ്സ്ഡേ അപ്പിയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കുറേ പ്രാർത്ഥിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഫൈനൽ ഇൻ്റർവ്യൂവിന് പോയി. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് BCA. അവർ ബാങ്കിങ് ചോദിച്ചത് ഒരു അക്ഷരം പോലും എനിക്കറിയില്ല. അവരെന്നോട് ചോദിച്ചു സീരിയസ്ലി ആണോ എടുത്ത ഇൻ്റർവ്യൂ. ഞാൻ യെസ് മാം സീരിയസ്ലി എടുത്ത്, എന്താ പഠിച്ചത്, എന്താ പ്രിപ്പയർ ചെയ്തത്, അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഫൈനൽ ലിസ്റ്റ് വന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് എനിക്ക് മാത്രം ഏറ്റവും ഹയസ്റ്റ് പാക്കേജോട് കൂടി ഞാൻ പ്ലേസ്ഡായി. ഔട്ട് ഓഫ് 7 സ്റ്റുഡൻസിനാണ് മൊത്തം കോളേജിൽ നിന്ന് കിട്ടിയത്. അതിൽ എൻ്റെ പേരുണ്ടായിരുന്നു. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് സാഞ്ചസ് ജോൺ. ഞാനിവിടെ നിൽക്കുന്നത് +2 എക്സാമിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ +2 സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സയൻസ് എന്ന് പറയുമ്പോൾ എന്നെ ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ്. എക്സാം എന്ന് പറയുമ്പോൾ എന്നെ എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ +2 എക്സാമിന് ഫിസിക്സും കെമിസ്ട്രി എക്സാമാണ് എനിക്ക് സാധാരണയായിട്ട് പാടായിട്ട് പോവാറ്. അപ്പോൾ ഞാൻ സാധാരണ എല്ലാ ദിവസവും പഠിക്കുമ്പോഴും എക്സാമിന് വേണ്ടി പഠിക്കുമ്പോഴും ഞാൻ വിശുദ്ധ തൈലം, ഉപ്പ് എല്ലാം ഞാൻ ഉപയോഗിച്ചാണ് പഠിക്കാറ്. ഫിസിക്സ് എക്സാമിൻ്റെ അന്ന് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ എക്സാമിന് വേണ്ടി പഠിച്ചത്. ഫിസിക്സ് എക്സാമിൻ്റെ അന്ന് രാവിലെ മമ്മിയും പപ്പയും ഡെയിലി ബ്രെഡിൻ്റെ പ്രെയർ എത്തിച്ചപ്പോൾ അവർക്ക് ബ്ലൂ ക്യാൻഡിൽ ഹാർട്ട് കിട്ടി. അപ്പോൾ അതാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഹാർട്ട് കാണുന്നത് അന്നാണ്.
അപ്പോൾ മമ്മി എന്നെ വിളിച്ചിട്ട് മമ്മി എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് എക്സാം എഴുതാൻ പോയിക്കോ, ഒരു കുഴപ്പമില്ല, മാതാവ് കൂടെയുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ആ ധൈര്യത്തിൽ ഞാൻ ഉപ്പും കാശുരൂപവും തേനും തൈലും പൂശി എല്ലാം എടുത്തിട്ടാണ് ഞാൻ പോയത്. ഞാൻ പോയി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴും ഞാൻ ആൻസർ ഷീറ്റിലും ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടാണ് ഞാൻ എക്സാം തുടങ്ങിയത്. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ഇരുന്ന് കരഞ്ഞു. ഞാൻ എക്സാം ഹാളിൽ +2 ബോർഡ് എക്സാംസിൻ്റെ സ്റ്റേറ്റ് സിലബസ് ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് ഇൻവിജിലേറ്റർ ഇരുന്ന് ഞാനിരുന്ന് കരയുന്നത് അവർ കണ്ടു. അത്രയ്ക്ക് ഡിഫിക്കൾട്ടായിരുന്നു. പൊതുവെ ഫിസിക്സും കെമിസ്ട്രി എക്സാമും ഡിഫിക്കൾട്ടായിരുന്നു. ഞാൻ വീട്ടിൽ ഹോസ്റ്റലിലാണ് ഞാനായിരുന്നത്. ഞാൻ തിരിച്ചു വന്ന് ഞാൻ മമ്മി പപ്പേനെ കരഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ തോക്കും, എനിക്ക് എന്തായാലും, ഞാൻ ഇപ്പം വരെ തോറ്റിട്ടില്ല ഇപ്പം വരെ ഒരു സബ്ജക്റ്റിലും. ഓൾമോസ്റ്റ് ആവറേജ് അബവ് ആവറേജ് ആ ഒരു ഞാൻ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഞാൻ തോക്കുമെന്ന് പറഞ്ഞു. എല്ലാ പിള്ളേരുടെയും മുഖം ഇങ്ങനെ വീർപ്പിച്ച് അവിടെ ഇരുന്ന് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. കാരണം തോറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല, റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫിസിക്സും കെമിസ്ട്രിക്കും 90-യും 92-യും തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ആ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെൻ്റെ റിസൾട്ട് അല്ല എന്ന് വരെ ഞാൻ മമ്മിയും പപ്പയോട് പറഞ്ഞു. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റണ്ടായില്ല. ഞാൻ തൈലും ഇതും ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ഇത്രയും നല്ല മാർക്ക് തന്നതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. ഇത് ഞാൻ പൂർണ്ണമായി, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ 4 പേരും, ഹസ്ബൻഡും മക്കളും ഞാനും ഉടമ്പടിയിലാണ്. ഞങ്ങൾ 4 പേരും ഉടമ്പടിയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന പേപ്പറുകൾ ഞങ്ങൾ കിട്ടുമ്പോൾ തന്നെ, കിട്ടുന്ന ദിവസങ്ങളിൽ തന്നെ ഞങ്ങളുടേതായ എക്സ്പീരിയൻസ് പറഞ്ഞ് ഞങ്ങൾ പേപ്പർ കൊടുക്കാറുണ്ട്. പിന്നെ എനിക്കൊക്കെ ഒരു ചാൻസ് കിട്ടിയാൽ മതി മാതാവിനെ പറ്റി ഒന്ന് പറയാൻ. ഞാൻ നോൺ സ്റ്റോപ്പാണ്. എൻ്റെ മാതാവിനെ പറ്റിയുള്ള സംസാരം കേട്ട് മടുത്തവരുണ്ട്. പക്ഷെ എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയില്ല, എന്തോ ഒരു തരം അഡിക്ഷൻ പോലെയാണ് മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഇവർ നാട്ടിലാണ്, ഞാനും ഹസ്ബൻഡും ജാർഖണ്ഡിലാണ്. അപ്പോൾ ജാർഖണ്ഡ് എല്ലാ ആഴ്ചയിലും ഉടമ്പടി എടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം വരും, 1 വീക്ക് വരും, പിന്നെ മെയിൽ 1 മാസത്തേക്കാണ് വരുന്നത്. പക്ഷേ 3 മാസത്തെ ഉടമ്പടിയല്ല, ഞങ്ങൾ 365 ദിവസം ഉടമ്പടിയാണ് പാലിക്കുന്നത്. അപ്പോൾ എല്ലാ റൂൾസും 365 ദിവസവും പാലിക്കും. എപ്പോഴും എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിരിക്കുന്നത് മാതാവിൻ്റെ പ്രസൻസ്. അതാണ് ഇപ്പോഴും എന്നെ ഈ ഉടമ്പടിയിൽ കൂടെ എന്നെയും എൻ്റെ കുടുംബത്തെയും നയിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തി ആഴ്ചയിൽ ഒരു ദിവസം, ഞങ്ങൾക്ക് സൺഡേ മാത്രമേ ഹോളിഡേ ഉള്ളൂ. എയ്തർ സൺഡേ ഓർ സാറ്റർഡേ ഞാനും ഹസ്ബൻഡും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട്, കുറച്ച് ദൂരമുണ്ട്, ഒരു 4.5 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയി അവർക്ക് ഒരു 10 പാക്കറ്റ്സ് ഫുഡ് കൊടുക്കും. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ സ്കൂളിൽ പോകാത്ത മക്കളുണ്ട്, ഒരു ഫാമിലി ഉണ്ട്. തീരെ പോറാണ്, അവർ സ്കൂളിൽ പോകുന്നില്ല, അവർ പഠിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ സ്കൂളൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി റിച്ചായിട്ടുള്ള പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അവർക്ക് ആ മക്കളെ ഞാൻ വിളിച്ച് അവരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ആഴ്ചയിൽ 2 ദിവസം. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഹിന്ദി, എൻ്റെ മക്കളെ ഞാൻ ഹിന്ദി പഠിപ്പിച്ചിട്ടില്ല, ഞാൻ ട്യൂഷനെ വിട്ടേക്കുന്നത്. കാരണം ഹിന്ദി ഞാൻ പഠിപ്പിച്ചാൽ ശരിയാകില്ല, കാരണം നമ്മുടെ മലയാളം ആ ഒരു ടച്ച് വരും. പക്ഷേ ആ മക്കൾക്ക് വേണ്ടി ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്ത് യൂട്യൂബ് എടുത്ത് അവരെ അതിൻ്റെ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച്, ഇപ്പോഴും ആദ്യം ഹിന്ദി ഇംഗ്ലീഷും പഠിപ്പിച്ചു, ഇംഗ്ലീഷും മാത്സും പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി അവർക്ക് ഹിന്ദിയാണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ ഞാൻ അവരെ ആൽഫബറ്റ്സ് തൊട്ട് ഹിന്ദി പഠിപ്പിച്ച് ഇപ്പോൾ ആ 6 മക്കളുണ്ട്, അതിനകത്ത് 4 പേര് എൻ്റെ അടുത്ത് ട്യൂഷന് വരുന്നുണ്ട്. ഹിന്ദി സംസാരിക്കാൻ വായിക്കാൻ അവർ പഠിച്ചു തുടങ്ങി. പിന്നെ ഞാൻ നാട്ടിൽ ഞാൻ ഒരിക്കൽ നിയോഗം വെച്ചിരുന്നു, എനിക്ക് കാരുണ്യപ്രവൃത്തികൾ ഏറ്റവും മീനിങ് ഫുള്ളായിട്ട് ചെയ്യാൻ സാധിക്കണം. ഇത്രയൊന്നും ചെയ്താലും എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ എൻ്റെ ഭാഗത്തുനിന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം നിയോഗം എഴുതിയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ പ്രാവശ്യം എനിക്ക് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് മെൻ്റലി പ്രോബ്ലമുള്ള
അതായത് മാനസിക അസ്വസ്ഥ്യമുള്ളവർ താമസിക്കുന്ന ഒരു ഹോമിൽ പോയി ബെഡ് റിഡൺ ആയിട്ടുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, അവരെ പോയി കുളിപ്പിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ. അത് മക്കളും ഞങ്ങളും ഒരുമിച്ച് പോയി അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ. പിന്നെ ദൈവാനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ എന്ന് തീരുമാനിച്ചോ അന്ന് തൊട്ട് ദൈവാനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ മക്കൾ പറഞ്ഞു നീലത്തിരിയിൽ 3 പ്രാവശ്യം ക്യാൻഡിലിൽ ഹാർട്ട് കണ്ടു എന്നുള്ളത്. അപ്പോൾ ഈ ഹാർട്ട് വരുന്നത് 3 പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വരുന്നതിന് മുമ്പായിരുന്നു. അത് ഹാർട്ട് കണ്ട് കുറച്ച് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് എന്താണ് ടെൻഷൻ എന്ന് മനസ്സിലായിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് റിസൾട്ട് വരുമ്പോൾ എല്ലാം പോസിറ്റീവായിരുന്നു. പിന്നെ എനിക്കുണ്ടായ ഒരു ദൈവാനുഭവം, എനിക്കൊരു വേദനിപ്പിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു, എന്തേ ഇതിങ്ങനെ സംഭവിച്ചു. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജാർഖണ്ഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നാട്ടിലോട്ട് വരുവാനായിട്ട് ട്രെയിൻ കയറി. ജസ്റ്റ് രാത്രി 10:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ട്രെയിൻ കയറി ഞാനും ഹസ്ബൻഡും കൂടെ കൊന്തജല്ലി ജസ്റ്റ് ബർത്തിൽ ഞങ്ങൾ കിടന്നു. അപ്പോൾ 12 o'clock ആയി കാണും. കിടന്നു കഴിഞ്ഞ് ജസ്റ്റ് മയങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബൾബ് കത്തുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ആ ബൾബ് ബ്ലൂ ബൾബായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിത്തിരിഞ്ഞിട്ട് തോന്നി, ഇത് മാതാവിൻ്റെ ലൈറ്റാണല്ലോ. എന്നിട്ട് ഒന്നും കൂടെ നോക്കിയപ്പോൾ രണ്ടാമതും ആ ലൈറ്റ് എനിക്ക് കാണാൻ പറ്റി. പക്ഷെ ഞാൻ മയക്കത്തിലാണ് ഈ കാണുന്നതെല്ലാം. അത് കഴിഞ്ഞപ്പോൾ ആ ലൈറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് സ്ട്രെയിറ്റായി. അപ്പോൾ കാണുന്നത് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ക്രോസാണ് കാണുന്നത്. ആ ക്രോസിൻ്റെ മുകളിൽ വൈറ്റ് പ്രാവിനെ എനിക്ക് കാണാൻ സാധിച്ചു. ആ ക്രോസും എഴുതിയിരുന്നത് ഗ്ലോറി ടു ഗോഡ് എന്നാണ്. ഞാൻ ഗ്ലോറി ടു ഗോഡ് എന്നത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. അത് കേഴ്സീവ് ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയിരിക്കുന്നത്. ഞാനത് വായിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ വേദന എന്ന് പറയുന്നത് ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ പതുക്കെ എൻ്റെ ആ സങ്കടം എന്നിൽ നിന്ന് കുറഞ്ഞു. പിന്നെ ഈ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചതെന്ന് വെച്ചാൽ ഡെയിലി പ്രാർത്ഥന, ബൈബിൾ വായന, എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുക, കുമ്പസാരിക്കുക, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് മാറി. ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് ഒത്തിരി ദൂരത്തായിരുന്നു. ഞങ്ങൾ ഡെയിലി പ്രാർത്ഥന, മക്കൾക്ക് പഠിക്കാനുണ്ട്, എക്സാം ഉണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും വർക്കുണ്ട്, കുടുംബ പ്രാർത്ഥന അവോയ്ഡ് ചെയ്തിരുന്നവരാണ് ഞങ്ങൾ. ഇപ്പോൾ രാത്രി 11:30 ആയാലും കൊന്ത ചൊല്ലി ഉടമ്പടി പ്രാർത്ഥന ചെല്ലാതെ ഞങ്ങൾ കിടക്കത്തില്ല. വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കാറില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളും ഉടമ്പടി പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഞങ്ങൾ ചെയ്യുന്നു. അതുപോലെ എനിക്ക് കിട്ടിയൊരു പ്രധാനമായിട്ടുള്ള ആത്മീയമായിട്ട് കിട്ടിയതെന്ന് പറയുന്നത് വെച്ചാൽ എപ്പോഴും പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ കിട്ടി. ഒരിക്കലും പ്രാർത്ഥിക്കാതിരുന്ന എനിക്ക് വൈകുന്നേരത്തെ പ്രാർത്ഥന തന്നെ ബുദ്ധിമുട്ടായിരുന്ന എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ, ഒന്ന് സ്വസ്ഥമായ, സ്കൂളിൽ നിന്ന് വന്നു ഒന്ന് സ്വസ്ഥമായ, അപ്പോൾ ഞാൻ അറിയാതെ തന്നെ ഒന്നില്ലെങ്കിൽ ബൈബിൾ വചനം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ബൈ ഹാർട്ട് ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ എനിക്ക് തന്നു. എന്നെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കാനൊരു കൃപ തന്നു. അങ്ങനെ ഒത്തിരി ആത്മീയമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഒത്തിരി വളർന്നു. ഈ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ ദൈവം മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.